ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോനും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഒരു മുഖാന്തരമാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന പലതരമുണ്ട്. അതിലൊരു പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥന ഒരു അനുഗ്രഹമാണ്. മധ്യസ്ഥ പ്രാർത്ഥന എന്താണ്, എങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നൊരു വ്യക്തി ഒരു അനുഗ്രഹമായി തീരുമെന്നതിന് യാതൊരു സംശയമില്ല. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. ഒരു കൂട്ടമായി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, വ്യക്തിപരമായ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക, സമൂഹമായ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ എല്ലാം പ്രതിഫലമുണ്ട് എന്നൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇതൊരു നിസ്വാർത്ഥമായ പ്രാർത്ഥനയാണ്. സാധാരണ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു സ്വാർത്ഥതയുണ്ട്. എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ ജീവിത പങ്കാളിക്കും, മക്കൾക്ക്, മാതാപിതാക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരു സ്വാർത്ഥതയുണ്ട്. എന്നാൽ ഞാൻ അറിയില്ലാത്ത അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് വേണ്ടി, മറ്റൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്വാർത്ഥമായ പ്രാർത്ഥനയാണ്, സ്വാർത്ഥതയില്ലാത്ത പ്രാർത്ഥനയാണ്. എൻ്റേതല്ലാത്ത, ഞാനുമായൊരു ബന്ധവുമില്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ കൂടുതൽ പ്രതിഫലമുണ്ട് എന്നൊരു സത്യം തിരിച്ചറിയണം. മധ്യസ്ഥ പ്രാർത്ഥന ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിക്കൊരു അനുഗ്രഹമാണ്, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കൊരു അനുഗ്രഹമാണ്. നമുക്കറിയാം, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തി അവരെ ദൈവം അനുഗ്രഹിച്ചു എന്ന് മാത്രമല്ല, പ്രാർത്ഥിച്ച ഇയ്യോബിനും അത് അനുഗ്രഹമായി മാറി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക ഒത്തിരി അനുഗ്രഹത്തിന് മുഖാന്തരമായ പ്രവൃത്തിയാണ്. മധ്യസ്ഥ പ്രാർത്ഥന വിജയകരമായൊരു പ്രാർത്ഥനയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഒത്തിരി പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിനും മനുഷ്യർക്കും ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വീരന്മാരെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് മോശ. മോശയുടെ പ്രാർത്ഥന, മോശ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം മോശയുടെ പ്രാർത്ഥനയ്ക്ക് കേട്ടു എന്ന് മാത്രമല്ല, പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. വീണ്ടും അമൂല്യക്കരും ഇസ്രായേൽ ജനവും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ മോശ കരങ്ങളുയർത്തി ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിച്ചപ്പോൾ ഇസ്രായേൽ ജനം വിജയിച്ചു. അമൂല്യക്കൽ പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മോശയുടെ കരങ്ങൾ താഴ്ന്നപ്പോൾ ഇസ്രായേൽ ജനം പരാജയപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിക്ക് വിജയം നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് മാത്രമല്ല, നമുക്കും വിജയകരമായൊരു പ്രാർത്ഥനയാണ്. മാത്രമല്ല, ഏത് പ്രതിസന്ധിയിലും വിടുതൽ നൽകുന്ന ഒരു പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ വിടുതൽ ലഭിക്കുന്ന ഒരു അനുഭവം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. പരിശുദ്ധനായ പത്രോസ്ലീഹ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ സഭ ഒരുമിച്ച് ഒന്നടങ്കം പ്രാർത്ഥിച്ചപ്പോൾ സഭയുടെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ മുഖാന്തരമായി. ഇത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു: ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോന്നു. പത്രോസ്ലീഹ ആ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഒരു കൂട്ടായ്മ, ഒരു സഭ, ഒരു സമൂഹം ഈ പത്രോസിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആദിമ സഭയിലുണ്ടായ പീഡനങ്ങളെക്കുറിച്ചാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ വചനം ഇങ്ങനെ അരുളി ചെയ്യുന്നു: ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു.
അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകർ ഉള്ള 4 കൂട്ടത്തെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസ് തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. മർക്കോസ് എന്നു പേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മർക്കോസ് എന്നു പേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ഒരു കൂട്ടം ആളുകൾ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പത്രോസിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരെങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് വചനം പറയുന്നില്ല. ഒരുപക്ഷെ ഉപവസിച്ചായിരിക്കാം പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോട് അപേക്ഷിച്ചായിരിക്കാം, നിലവിളിച്ചായിരിക്കാം, കരഞ്ഞായിരിക്കാം, ദൈവസന്നിധിയിൽ യാചനകളും പ്രാർത്ഥനകളും സമർപ്പിച്ചായിരിക്കാം. എന്തായാലും സഭ ശ്രദ്ധയോടെ തീക്ഷ്ണതയോടെ പത്രോസ് ലീഹായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ മധ്യസ്ഥ പ്രാർത്ഥന മൂലം സംഭവിക്കുന്ന അത്ഭുതം എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ 6-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ഹെരോദ രാജാവിന് ജനത്തിന് മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച തലേരാത്രി പത്രോസ് 2 ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിൻ്റെ മുമ്പിൽ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. അതായത് ഒരിക്കൽ പോലും രക്ഷപ്പെടാൻ കഴിയാത്ത തലത്തിലാണ് ഇവിടെ പത്രോസ് ലീഹ ആയിരിക്കുന്നത്. ഇവിടെ 2 ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളുടെ നടുവിൽ പത്രോസ് ലീഹ സുഖമായി ഉറങ്ങുകയാണ്. ഈ പത്രോസ് ലീഹായുടെ അവസ്ഥ നമ്മൾ വ്യക്തമായിട്ടൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. അതായത് കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസ് ലീഹ സുഖമായി ഉറങ്ങുന്നു. ഉണർന്നിരിക്കുന്ന കാവൽക്കാരുടെ മധ്യത്തിൽ പത്രോസ് ലീഹ സുഖമായി ഉറങ്ങുക. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ നമുക്ക് സാധിക്കുമോ? ഒരുപക്ഷെ നാളെ ഓപ്പറേഷനാണ്, നാളെ ഒരു കേസിൻ്റെ വിധിയാണ്, നാളെ റിസൾട്ട് അറിയുന്ന ദിവസമാണ്, നാളെ ഒരു പ്രശ്നത്തിന് പരിഹാരം ലഭിക്കുന്നൊരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് വിധി പ്രഖ്യാപിക്കുന്നൊരു ദിവസമാണ് എന്ന് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും. നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ആകുലതകൾ നമ്മളെ വേട്ടയാടും. ഇവിടെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസ് ലീഹ 2 ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ മധ്യത്തിൽ സുഖമായി ഉറങ്ങി. എന്തായിരിക്കാം പത്രോസ് ലീഹ ഇങ്ങനെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കാരണം? അതിൻ്റെ കാരണം വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 17 മുതലുള്ള വാക്യം പരിശോധിക്കുമ്പോൾ പത്രോസ് ലീഹായുടെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമുണ്ട്. ഇതിനു മുമ്പും ഈ പത്രോസ് ലീഹ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ 17-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ, പിന്നെ മഹാപുരോഹിതനും സദുക്യരുടെ മതക്കാരനുമായ അവൻ്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞ് എഴുന്നേറ്റ് അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിലാക്കി. രാത്രിയിലോ കർത്താവിൻ്റെ ദൂതൻ കാരാഗ്രഹ വാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അതായത് പത്രോസിനെയും കൂട്ടനെയും ഇതിനു മുമ്പ് അവരെ പല പ്രാവശ്യം കാരാഗ്രഹത്തിൽ അടച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് പത്രോസ് ലീഹായെ വിടുവിച്ചിട്ടുണ്ട്. അപ്പോൾ 5-ാം അധ്യായത്തിൽ തനിക്കുണ്ടായ മുൻ അനുഭവം ഇവിടെ കർത്താവിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസ് ലീഹായെ ദൂതൻ കാരാഗ്രഹത്തിൽ നിന്ന് രക്ഷിച്ചതായ ഒരു അനുഭവം പത്രോസ് ലീഹായുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനത്തോടെ, പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കണമെങ്കിൽ എൻ്റെ ദൈവം സർവശക്തനാണ്, അവൻ എൻ്റെ സകല പ്രശ്നങ്ങൾക്കും മതിയായ ദൈവമാണ്, അവൻ എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി, ഷെക്കേനയായി ഇസ്രായേൽ ജനത്തോട് കൂടെ നടന്ന ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി സമാധാനത്തോടെ കിടന്നുറങ്ങും. എൻ്റെ ദൈവം എനിക്കൊരു സംരക്ഷണമാണ്,
അവൻ എന്നെ വിടുവിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണെന്ന് ബോധ്യമുള്ളൊരു വ്യക്തി സമാധാനത്തോടെ കിടന്നുറങ്ങും. കഴിഞ്ഞ നാളിൽ എന്നെ വിടുവിച്ചൊരു ദൈവമുണ്ട്, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ അനുഭവം, എൻ്റെ ജീവിതത്തിൽ വിടു നൽകിയ ദൈവം അവൻ ഇന്നും വിടുവിക്കുവാൻ മതിയായ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആ ഒരു ബോധ്യമുള്ളൊരു വ്യക്തി സമാധാനത്തോടെ കിടന്നുറങ്ങും. ഇങ്ങനൊരു ബോധ്യമില്ലാത്ത വ്യക്തികളാണ് ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ സമാധാനം നഷ്ടപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് ഉറങ്ങാൻ കഴിയാത്ത ജീവിത വ്യഗ്രതയിൽ ആയിരിക്കുന്ന വ്യക്തികൾ. നമ്മുടെ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് നാളെയെക്കുറിച്ചോർത്ത് ഉത്കണ്ഠപ്പെട്ട് ആകുലപ്പെട്ട് ഒരുപക്ഷെ ജീവിതത്തിൽ മാറാ രോഗമായി, വേദനയായി, ദാരിദ്ര്യമായി, കഷ്ടതയായി, കണ്ണുനീരായി, ജീവിതത്തെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നെടുവീർപ്പിട്ട് നാളെയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ സ്വരം കേൾക്കുന്നുണ്ടോ? എന്നാൽ നിനക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അത് പത്രോസ്ലീഹയുടെ ജീവിതമാണ്. പിറ്റേ ദിവസം എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഒരുപക്ഷേ കോലുകൊണ്ട് അടിക്കപ്പെടാം, ഒരുപക്ഷേ വാളുകൊണ്ട് വെട്ടേറ്റ് എന്നേക്കുമായി മരണം വഴി മാറ്റപ്പെടാം, അല്ലെങ്കിൽ ഒരു തീപ്പന്തമായി കത്തി അമരാം, സിംഹങ്ങളുടെ കുഴിയിൽ വലിച്ചെറിയപ്പെടാം. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാകിയാൽ ഉത്കണ്ഠപ്പെട്ട് ആകുലപ്പെട്ടിരിക്കേണ്ട ഈ പത്രോസ്ലീഹ രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് രണ്ട് പടയാളിയുടെ മധ്യത്തിൽ സുഖമായി ഉറങ്ങുകയാണ്. അതിൻ്റെ കാരണം ഈ ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമാണ്. ഇങ്ങനെ ഉറങ്ങുന്ന ഈ പത്രോസ്ലീഹ കാരാഗൃഹത്തിൽ ഏതവസ്ഥയിലാണെന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിനറിയില്ല. അതുകൊണ്ട് ഈ ജനം തീക്ഷ്ണമായ ഈ പത്രോസ്ലീഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. അതിൻ്റെ അടുത്ത വാക്യം വായിക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നത്, പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. ഇവരുടെ പ്രാർത്ഥനയുടെ തീക്ഷ്ണതയാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ഇതാ പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി. പെട്ടെന്ന് പറഞ്ഞാൽ ധൃതിപ്പെട്ട് ദൂതൻ പത്രോസിനെ തട്ടി ഉണർത്തുകയാണ്. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചെങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഇവിടെ ഒരു പറ്റം ജനം, ഒരു കൂട്ടായ്മയുള്ള ജനം, കുറേ വിശ്വാസികളായ ദൈവമക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന മൂലം ദൈവം ദൂതനെ അയച്ച് പത്രോസിനെ വിടുവിക്കുക. ഇവിടെ കാരാഗൃഹത്തിൽ കിടന്ന് ഉറങ്ങുന്ന പത്രോസിനെ തട്ടി ഉണർത്തുക. രണ്ട് ചെങ്ങലയാൽ കെട്ടപ്പെട്ട പത്രോസ്ലീഹായുടെ ചെങ്ങല അഴിഞ്ഞുപോയി. ഇവിടെ ദൂതൻ തട്ടി ഉണർത്തുമ്പോൾ, ദൈവത്തിൻ്റെ ദൂതൻ്റെ സ്വരം കേൾക്കുമ്പോൾ, ഇതാ ഉടനെ അവൻ്റെ ചെങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഇന്ന് കെട്ടപ്പെട്ട അവസ്ഥയിൽ, കാരാഗൃഹത്തിൻ്റെ അവസ്ഥയിൽ, വേദനിക്കുന്ന അവസ്ഥയിൽ, നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്ന ആകുലപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൂതൻ്റെ കരസ്പർശനമേൽക്കുക, പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൂതൻ്റെ സ്വരം കേൾക്കുക, പ്രാർത്ഥനയുടെ ശക്തിയാൽ ഇതാ ആ ചെങ്ങലകൾ കൈമേൽ നിന്ന് വീണുപോകുകയാണ്. അപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം ശക്തിയുണ്ട്, പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം ശക്തിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. വീണ്ടും വചനം പറയുകയാണ്, ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പൊതിച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ഇവിടെ പത്രോസ്ലീഹ കാരാഗൃഹത്തിൽ നിന്ന് പുറത്താകാൻ കാരണം, ദൂതൻ തട്ടി ഉണർത്തിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതനാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ ദൂതൻ്റെ സ്വരം കേട്ടപ്പോൾ ആ ദൈവസ്വരത്തെ അനുസരിക്കുവാൻ തീരുമാനമാണ് എടുത്തു. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ ദൈവസ്വരം കേൾക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ദൂതന്മാർ സംസാരിക്കുന്ന സ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ദൈവം നേരിട്ട് സംസാരിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ ദൂതന്മാരെ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ,
ദൈവം അയക്കും. ഒരുപക്ഷെ ഈ സ്വരം കേൾക്കുന്ന നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ജീവിതം നാളെ എന്ത് എന്ന് ചിന്തിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് ജീവിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ ചില വ്യക്തികൾ, ചില ഉപദേശകന്മാർ, ചില പ്രവാചകന്മാർ, ചില സുവിശേഷകർ, ചില ധ്യാന ഗുരുക്കന്മാർ, ചില മീഡിയയിലൂടെ, ഒരുപക്ഷെ ടെലിവിഷനിലൂടെ അല്ലെങ്കിൽ റേഡിയോയിലൂടെ അല്ലെങ്കിൽ ഒരു വായിക്കുന്ന പുസ്തകത്തിലൂടെയെല്ലാം ദൈവത്തിൻ്റെ സ്വരം, ദൈവം വ്യക്തിപരമായി സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം നാം കേൾക്കുവാൻ ദൈവം ഒരവസരം ഒരുക്കിയിട്ടുണ്ടാകാം. എന്നാൽ ഇത് ദൈവസ്വരമാണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിക്കുവാൻ നമുക്ക് മനസ്സായിട്ടുണ്ടോ? ഇന്ന് പലപ്പോഴും ദൈവസ്വരം തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് ദൈവം ഒരുക്കുന്ന അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ദൂതൻ അരകെട്ടി ചെരുപ്പിടുക എന്ന് പറഞ്ഞു. അവൻ അതങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ പിന്നാലെ ചെന്നു. ദൂതൻ പറഞ്ഞത് കേട്ട് അനുസരിച്ചു. നമ്മോട് ദൂത് പറയുന്ന, നമ്മുടെ ദൂതറിയിക്കുന്ന ചില വ്യക്തികൾ പറയുന്ന ദൂതുകൾ കേൾക്കുവാനും അനുസരിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുക. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിൽ പോകുന്നൊരു സ്വരം കേൾക്കുമെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തുന്നു. ഈ ദൈവസ്വരം കേൾക്കുവാൻ, ഈ ദൈവസ്വരത്തെ അനുസരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നാം ഏത് പ്രശ്നങ്ങളിലാണോ, പ്രതിസന്ധിയിലാണോ, ഏത് കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലാണോ, അവിടുന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ വിടുവിക്കും. ഇവിടെ അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചു വാസ്തവം എന്ന് അറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. ഒരു സ്വപ്നം കാണുന്ന പോലെ പത്രോസ്ലീഹ ഇതാ കാരാഗ്രഹത്തിന് പുറത്ത് കിടക്കുകയാണ്. അവൻ ഒന്നാം കാവലും രണ്ടാമത്തെയും കടന്നു. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ദൂതൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ഇതാ നിന്റെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന എത്ര വലിയ ഇരുമ്പ് വാതിലാണെങ്കിലും അത് തനിയെ തുറക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് തനിയെ തുറക്കാൻ കഴിയാത്ത ഇരുമ്പ് വാതിലായിരിക്കാം ഈ പട്ടണത്തിൻ്റെ കവാടത്തിൽ വച്ചിരിക്കുന്നത്. ഇതാ ഒരു വ്യക്തിക്ക് തുറക്കാൻ കഴിയാത്ത വാതിൽ സ്വതവേ തനിയെ തുറക്കുന്നു. ദൈവത്തോട് കൂടെയാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ, ദൈവസ്വരം കേട്ടാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ, ദൈവത്തെ അനുസരിച്ചാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിൻ്റെ ദൂതൻ മുഖാന്തരമാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ, നിന്റെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന സകല വാതിലുകളും തനിയെ തുറക്കും. ഇന്ന് ജീവിതത്തിൽ ചില അടഞ്ഞ വാതിലുകൾക്ക് മുന്നിലാണോ നിന്റെ ജീവിതം? നാളെക്കുറിച്ച് എന്ത് എന്ന് ഉത്കണ്ഠപ്പെട്ട് ആകുലപ്പെട്ട് നിരാശയോടെ ഇരിക്കുന്ന നിന്റെ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതിന് പത്രോസ്ലീഹായുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെങ്കിൽ, അതായത് ദൈവത്തിൻ്റെ സ്വരം കേട്ട്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൻ്റെ പിന്നാലെ, ദൈവത്തിൻ്റെ ദൂതൻ്റെ പിന്നാലെ, ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച്, ദൈവകൽപ്പന അനുസരിച്ച്, ദൈവവചനത്തിൻ്റെ പിന്നാലെ, ദൈവത്തിൻ്റെ പിന്നാലെ നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന സകല വാതിലുകളും തുറക്കപ്പെടും. ഇവിടെ പത്രോസിൻ്റെ മുന്നിൽ ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി തെരുവിൽ കടന്നു. അങ്ങനെ ദൂതൻ അവനെ വിട്ടുപോയി. അതായത് നിനക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ നിന്റെ ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്ന് നീ തിരിച്ചറിയണം. അതായത് ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയാതെ കെട്ടപ്പെട്ട അവസ്ഥയിൽ, കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ വേദനിക്കുന്ന മനസ്സുമായിട്ട്, നീറുന്ന ഹൃദയവുമായിട്ടാണ് നീ ഇരിക്കുന്നെങ്കിൽ, നിന്റെ ഈ അവസ്ഥയിൽ നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ആ ദൈവത്തിൻ്റെ കൂടെയാണ് നീ യാത്ര ചെയ്യുന്നതെങ്കിൽ, ആ ദൈവത്തെ അനുസരിച്ചാണ് നീ മുന്നോട്ട് യാത്ര ചെയ്യുന്നതെങ്കിൽ, ആ ദൈവസ്വരം കേട്ട് അനുസരിച്ചാണ് മുന്നോട്ട് യാത്ര ചെയ്യുന്നതെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഈ പത്രോസ്ലീഹയുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയും. അതിൻ്റെ 11-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവിൻ്റെ ദൂതൻ അവനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്നത് ഞാൻ അപ്പോൾ വാസ്തവമായി അറിയുന്നു എന്നവൻ പറഞ്ഞു. അതായത് അവിടെ ആരുമില്ല, പക്ഷെ അവൻ സ്വയമായി പറയുകയാണ്, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചിട്ടുണ്ട്.
മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന്, പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന്, രോഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ട് എൻ്റെ ദൈവം എന്നെ വിടുവിച്ചുവെന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടെ ഇതാ പത്രോസ്ലീഹ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും, യഹൂദജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മാർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഇവിടെ പത്രോസ് വാതിക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. അവർ വാതിൽ തുറന്നപ്പോൾ അവനെ കണ്ടു, വിസ്മയിച്ചു. അതായത് ആരാണോ പത്രോസ്ലീഹായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥിച്ച വ്യക്തിയുടെ മധ്യത്തിൽ ഇതാ പത്രോസ്ലീഹ എത്തുകയാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ആരെയാണോ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത്, ആ വ്യക്തിയിലെ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ദൈവം നമുക്കൊരവസരം നൽകും. ഇവിടെ ഈ ജനം, ഈ സമൂഹം പത്രോസ്ലീഹായ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം, അതായത് ജീവിക്കുന്ന ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്ന സാക്ഷ്യം നൽകുവാൻ തക്കവണ്ണം പത്രോസിനെ അവരുടെ മുന്നിൽ എത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. നമ്മൾ തിരിച്ചൊരു സത്യമുണ്ട്, ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ഏതൊരു വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിൻ്റെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചതായി നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ തക്കവണ്ണം അത് സാക്ഷ്യമായി തീരുമെന്ന് ഈ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ പത്രോസ്ലീഹ അവരുടെ മധ്യത്തിൽ എത്തുന്നതായി, അവർക്ക് സാക്ഷ്യമായി തീരുന്നതായി ദൈവത്തിൻ്റെ വചനം നമ്മൾ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ നാളിൽ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ, ഒരുപക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ഇതുവരെ ഉത്തരം കിട്ടിയില്ല, എന്നാൽ നാളെ ആ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മുടെ കണ്ണുകൊണ്ട് കാണും. അല്ലെങ്കിൽ മറ്റന്നാൾ ആ പ്രാർത്ഥന ഉത്തരം നമ്മുടെ കണ്ണുകൊണ്ട് കാണും. നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആ പ്രാർത്ഥനയുടെ പ്രതിഫലം നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം മുഖാന്തരം ഒരുക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം മനസ്സാകാതെ, നാം നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയിൽ സ്വാർത്ഥതയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അരികിൽ ആരെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. ശതാധിപൻ പ്രാർത്ഥിച്ചു മറ്റൊരു വ്യക്തിക്ക് വേണ്ടി, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ദാസന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശു അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. കനാൻകാരി സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ദൈവം കർത്താവായ യേശുക്രിസ്തുവോടെ ആ കനാൻകാരിയുടെ മകൾക്ക് സൗഖ്യം നൽകുകയാണ്. ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തിയും വിശുദ്ധ ഗ്രന്ഥത്തിൽ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. യോബ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് മാത്രമല്ല, അവൻ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയെന്ന് മാത്രമല്ല, ദൈവം അവൻ്റെ സ്ഥിതിക്ക് കൂടി മാറ്റം വരുത്തി. മോശ പ്രാർത്ഥിച്ചപ്പോൾ, അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ, യോശുവ പ്രാർത്ഥിച്ചപ്പോൾ, ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ, അവരെല്ലാം ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥിച്ച വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കുകയും മധ്യസ്ഥം പ്രാർത്ഥിച്ച വ്യക്തിയെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്തു. നമുക്കറിയാം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ആരെല്ലാം അറിയപ്പെടുന്ന വ്യക്തികളുണ്ട്, അവരെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് മാത്രമല്ല, പ്രാർത്ഥിച്ച വ്യക്തികളെ ഒരു അനുഗ്രഹമാക്കി ദൈവം മാറ്റി. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നാം ഒരു അനുഗ്രഹമായി തീരുവാൻ, നാം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ, നാം നമുക്കൊരു അനുഗ്രഹമായി തീരുവാൻ നാം മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അവിടെ ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ, ഒരു സമൂഹം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ്ലീഹായെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി എത്ര വലുതാണെന്ന് കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തൻ്റെ വലിയ കരുണയ്ക്കായി, കൃപയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുമെന്ന് യോബിൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മറ്റുള്ളവരിൽ അത്ഭുതം സംഭവിക്കുവാൻ,
മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന മുഖാന്തരമായി അനേകം പേർ അനുഗ്രഹം പ്രാപിക്കുവാൻ, ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വരമുള്ളൊരു വ്യക്തിയായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവ് ഇന്ന് കേട്ട വചനം മുഖാന്തരം മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ, അത് മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധിയമ്മേ, ദൈവമാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവെ, പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.